ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി മലബാർ ചിക്കൻ ബിരിയാണിയാണ്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ആദ്യമായി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഈസി ബിരിയാണി എന്ന് പറഞ്ഞത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സവാള ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഇനി നമ്മുടെ സവാള ഇപ്പോൾ നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ മിക്സായി അരച്ചതാണ് ഞാൻ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 ടൊമാറ്റോ വലുത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞ് നല്ല വെന്ത പരുവമാവണം. അതാണ് മസാലേൻ്റെ ടേസ്റ്റ്. നമ്മുടെ മസാല ഏകദേശം ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മസാല വെന്ത് വന്നിട്ടുണ്ട് നന്നായി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ ബിരിയാണി മസാല പൗഡർ എന്നിവ നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ശേഷം ചിക്കൻ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിപ്പിക്കണം. അതുകൊണ്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. മല്ലിയില, പുതിനയില എന്നിവ ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ മസാലയിലേക്ക് 1 വലിയ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഗരം മസാല പൗഡർ 1.5 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്യാം. ഗരം മസാല എപ്പോഴും ലാസ്റ്റ്
ഘട്ടത്തിൽ ചേർക്കുന്നതാണ് നല്ലത്. നമ്മുടെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിനൊരു പാത്രം വെച്ച് ഈ പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ RKG നെയ്യ് ആഡ് ചെയ്യാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സവാള നല്ല ബ്രൗൺ നിറമായി കിട്ടണം. നമ്മുടെ സവാള, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായ വെള്ളം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. തിളക്കുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന റൈസ് 3 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. റൈസ് തിളക്കുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഫ്ലെയിം സ്ലോ ആക്കി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് റൈസ് സൈഡിലോട്ടേക്ക് മാറ്റി നമ്മുടെ മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ റൈസ് മുഴുവനായി എടുത്ത് മാറ്റിയിട്ടില്ല. സൈഡിലോട്ടേക്ക് മാറ്റിയിട്ടാണ് ദമ്മിടുന്നത്. ഈസി ബിരിയാണി എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം. അപ്പോൾ സൈഡിലോട്ടേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ദമ്മിടുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, കറി ലീവ്സ്, 2 ടേബിൾ സ്പൂൺ RKG നെയ്യ് എന്നിവ ആഡ് ചെയ്ത് മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ദമ്മിടാം. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ തയ്യാറായി വന്നിരിക്കുന്നു.
സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ബിരിയാണി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. മലബാറി ചിക്കൻ ഈസി ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.